അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ റൂട്ടിലുള്ള കാട്ടുമുണ്ട ജുമാഅത്തു പള്ളിയിലാണ്. ഈ പള്ളിയുടെ ഖബർസ്ഥാനിലാണ് സമസ്തയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന കാട്ടുമുണ്ട PK മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മഖാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചരിത്രഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. സമസ്തയുടെ പ്രഥമ പ്രസിഡന്റായിരുന്നു കാവന്നൂർ സ്വദേശിയും പ്രഗത്ഭ പണ്ഡിതനുമായിരുന്ന PK മുഹമ്മദ് മീറാൻ മുസ്ലിയാർ. ഹിജ്റ 1312 AD 1894 കാവന്നൂരിലെ കരിയംപറമ്പ് മുഹമ്മദ് കുട്ടിയുടെ മകനായി മഹാനവറുകൾ ജനിച്ചു. നാട്ടിൽ നിന്നുള്ള പ്രാഥമിക പഠനശേഷം വാഴക്കാട്, കൊടിയത്തൂർ, മൊറയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർസ് പഠനം നടത്തി. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് പ്രധാന ഗുരു. കാടുപാല ആലിക്കുട്ടി മുസ്ലിയാർ, കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരും ഉസ്താദുമാരാണ്. ഉപരിപഠനാർത്ഥം വെല്ലൂർ ബാക്കിയാത്തിൽ ചേർന്നു. അബ്ദുൽ ജബ്ബാർ ഹസരത്ത്, അബ്ദുറഹീം ഹസരത്ത്, ആദം ഹസരത്ത് മുതലായവരാണ് അവിടുത്തെ ഉസ്താദുമാർ. 1342 ബിരുദമെടുത്ത ശേഷം ബേപ്പൂർ, നിലമ്പൂർ, വണ്ടൂരിനടുത്ത കാട്ടുമുണ്ട എന്നിവിടങ്ങളിൽ ദർസ് നടത്തി. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനും ആത്മീയ ചികിത്സകനുമായിരുന്ന മഹാനവറുകൾക്ക് അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. മീറാൻ മുസ്ലിയാരും സഹോദരനും പിന്നീട് കാവന്നൂരിൽ നിന്ന് തിരുവാലിക്കടുത്ത പത്തിരിയാൽ പ്രദേശത്തേക്ക് താമസം മാറ്റി. അതുകൊണ്ടാണ് സമസ്തയുടെ രജിസ്റ്ററിൽ തിരുവാലി മീറാൻ മുസ്ലിയാർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടത്. ബേപ്പൂരിൽ ദർസ് നടത്തുമ്പോഴാണ് 1925 സമസ്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1926 കമ്മിറ്റി പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡന്റും മഹാനവറുകൾ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളുമായി. വഫാത്ത് വരെ ഈ പദവിയിലായിരുന്നു. 1947 മാർച്ച് 16 ഞായറാഴ്ച ചേർന്ന മീഞ്ചന്ത സമ്മേളനത്തിൽ മഹാനവറുകളുടെ നിര്യാണത്തിൽ അനുശോചിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തതായി 60ാം വാർഷിക സമസ്ത സ്മരണയിൽ കാണാം. നിലമ്പൂരിൽ ഖാലിയും മുദരിസുമായിരിക്കുമ്പോൾ ബർമ, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ മഹാനവറുകൾ സന്ദർശിച്ചിട്ടുണ്ട്. 2 തവണ ഹജ്ജും നിർവഹിച്ചിട്ടുണ്ട്. 2 വർഷം മക്കയിൽ താമസിക്കുകയും ചെയ്തു. നിലമ്പൂർ വണ്ടൂർ റൂട്ടിൽ കാട്ടുമുണ്ടയിലെ ഒരു സയ്യിദ് കുടുംബത്തിൽ നിന്നാണ് മീറാൻ മുസ്ലിയാർ വിവാഹം ചെയ്തത്. അതിൽ അബ്ദുൽ ജബ്ബാർ എന്ന പുത്രനും 2 പുത്രിമാരും ഉണ്ടായിരുന്നു. തിരുവാലിയിൽ താമസിച്ചു വരുന്നതിനിടയിൽ രോഗബാധിതനായി ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി. ഹിജ്റ 1366 മഹാനവറുകൾ വഫാത്തായി. കാട്ടുമുണ്ട ജുമാഅത്തു പള്ളി അങ്കണത്തിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കാട്ടുമുണ്ട PK മുഹമ്മദ് മീറാൻ മുസ്ലിയാർ സമസ്തയുടെ ആദ്യകാല കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട കാട്ടുമുണ്ട PK മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ അന്ത്യ ഉറങ്ങുന്ന കാട്ടുമുണ്ട ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ മഹാനവറുകളുടെ ഖബർ ഏതാണ് എന്ന് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല. ഏകദേശം ഇത് ഒരു കെട്ട് നമുക്കിവിടെ കാണാം. ഇത് സയ്യിദന്മാരുടെ മക്കാമുകളാണ്. ഈ കെട്ടിൻ്റെ അടുത്താണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ദറജകളേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുമൊക്കെ അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. അൽസിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.